പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായോ ഇല്ലയോ എന്ന് ജനങ്ങളെ അറിയിക്കാൻ വത്തിക്കാൻ കറുത്ത പുകയും വെളുത്ത പുകയുമാണ് അടയാളമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നാമ്പുറ കഥ? ഇതാ കണ്ടോളൂ. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് പൊതുജനങ്ങളെ അറിയിക്കാൻ കറുത്ത പുകയും വെളുത്ത പുകയുമാണ് ഉപയോഗിക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ സ്ഥാപിച്ച അടുപ്പിൽ നിന്നുള്ള ചിമ്മിനിയിലൂടെയാണ് പുക വരിക. കറുത്ത പുക വന്നാൽ അനിശ്ചിതത്വം, വെളുത്ത പുക വന്നാൽ പാപ്പയെ തിരഞ്ഞെടുത്തെന്നുമാണ് അർത്ഥം. 1417 അതിനു മുൻപോ ഈ പാരമ്പര്യമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. തിരഞ്ഞെടുപ്പിനുപയോഗിച്ച ബാലറ്റ് ചില രാസവസ്തുക്കളുമായി ചേർത്ത് കത്തിച്ചാണ് കറുത്ത പുകയും വെളുത്ത പുകയും ഉണ്ടാക്കുന്നത്. 1958 തിരഞ്ഞെടുപ്പിൽ പുകയുടെ നിറം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കറുത്ത പുകയുണ്ടാക്കാൻ ബാലറ്റിനൊപ്പം പൊട്ടാസ്യം പെർക്ലോറേറ്റും ആന്ത്രസീനും സൾഫറുമാണ് കത്തിക്കുന്നത്. വെളുത്ത പുകയ്ക്കായി പൊട്ടാസ്യം ക്ലോറേറ്റും ലാക്ടോസും പൈൻ റോസിനും ഉപയോഗിക്കുന്നു. 2005 മുതൽ പുതിയ മാർപ്പാപ്പയുടെ വരവറിയിക്കാൻ വത്തിക്കാൻ വെളുത്ത പുകയ്ക്കൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ മണികൾ മുഴക്കുകൂടി ചെയ്യുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് 24.